നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ രാജാവായ ആത്മപ്രഭാവത്തിൻ്റെ കാരകനായ പിതൃകാരകനായ സൂര്യൻ്റെ കഴിഞ്ഞ 30 ദിവസം തൻ്റെ നീചരാശിയായ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. താതശ്ച ആത്മപ്രഭാവ, പിതാവും തൻ്റെ വ്യക്തിത്വവുമൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് വൃശ്ചിക രവി സംക്രമമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 വൃശ്ചിക മാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2024 നവംബർ മാസം 16-ാം തീയതി കാലത്ത് 7:30 സൂര്യൻ വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുകയാണ്. അതാണ് വൃശ്ചിക രവി സംക്രമം. ഒരു രാശി എന്നാൽ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് 32 ദിനങ്ങളിലാണ്. അതിനാൽ മേടം മുതൽ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ സൊഡിയാക് ജ്യോതിഷ് ചക്രത്തിൽ സൂര്യന് ഒരു രാശിയുടെ ആധിപത്യം മാത്രമേ ഉള്ളൂ. ചിങ്ങൻ രാശിയുടെ ആധിപത്യം മാത്രമേ സൂര്യനുള്ളൂ. ചന്ദ്രനാകട്ടെ കർക്കിടകൻ രാശിയുടെ ആധിപത്യമേ ഉള്ളൂ. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ ചിങ്ങൻ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. മേടൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശി എന്നാൽ ഒരു വ്യക്തിയുടെ 5-ാം ഭാവമാകുന്നു. ആ 5-ാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് 5-ാം ഭാവമെന്ന് നിങ്ങൾ അറിയണം. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമപി ചിന്ത്യം. സൗമനസ്യം, നല്ല മനസ്സ് ചിന്തിക്കേണ്ടത് 5-ാം ഭാവം കൊണ്ടാണ്. അത് ബുദ്ധിയാകുന്നു. ബുദ്ധിയുടെ പൂർണ്ണതയായ പ്രതിഭയാകുന്നു. തൻ്റെ സദ്ദാനങ്ങളാകുന്നു. തൻ്റെ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാകുന്നു. തൻ്റെ പൂർവ്വജന്മത്തിലെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും ദുർബലമായ 8-ാം ഭാവത്തിലാണ്. അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ അഷ്ടമഭാവത്തിലേക്കുള്ള ഒരു മാസക്കാലം അത്ര ശുഭകരമായ മാസമല്ല. 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ക്രിയാലംബടസ്ഥ അഷ്ടമേക അഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു വസു ക്ഷീണത ദസ്യുതോവ വിലംബാത് വിപത് ഗുഹ്യജ ഭാനുനോഗ്ര ഭവേത്തു. ഇവിടെ എടുത്തു ചാടി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കർമ്മമേഖലയിൽ ലംബടഹ, വളരെയധികം ലംബടത്വം, ഒരു ഇളകുന്ന മനസ്ഥിതി കാണിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുക, കഷ്ടപ്പാടുകൾ അനുഭവിക്കുക. ദേശം വിട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേശം വിട്ട് പോയ സമയത്ത് അവിടെയുള്ള സ്ത്രീകളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, അതിലൂടെ മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുക എന്നൊക്കെയുള്ള ഫലങ്ങളാണ് 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വൃശ്ചികം ഒരു കലങ്ക രാശിയാകുന്നു, മധ്യരാശിയാകുന്നു. അതിനാൽ ബുധനും സൂര്യനോടുകൂടി 8-ലുണ്ട്. അതിനാൽ പലപ്പോഴും മധ്യ വിഷയങ്ങളിലൊക്കെ എടുത്തു ചാടി അതിലൂടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന ഒരു സമയമാണ്. സൂര്യൻ പിതൃകാരകനാണ്, അച്ഛനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു. അതിനാൽ അച്ഛനുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾക്കും ഈ മാസം അത്ര ഗുണമല്ല. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. അന്യദേശത്ത് സഞ്ചരിക്കേണ്ട യോഗമൊക്കെയുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒരു തരത്തിലും ജോലി വിഷയത്തിലൊക്കെ എടുത്തു ചാടി പോയി ജോലി മാറുക, ആലോചിക്കാതെ ഓരോ കാര്യങ്ങളും ചെയ്യുക, അതിലൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. തൻ്റെ കർമ്മ മേഖലയിലാകട്ടെ തൻ്റെ ഹയർ ഓഫീസർ, തൻ്റെ ബോസ് അല്ലെങ്കിൽ അധികാരികൾ, രക്ഷാധികാരികൾ, തനിക്ക് ശമ്പളം തരുന്ന വ്യക്തികൾ, ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ജോലി പെട്ടെന്ന് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വരിക, അതിലൂടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു. അതിനാൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ, ഉയർന്ന തസ്തികയിലുള്ള തൻ്റെ ഹയർ ഒഫീഷ്യൽസ്, ഇവരുമായിട്ടൊക്കെ തന്നെ വളരെയധികം നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സർക്കാരുമായി കേസിന് പോകാൻ അനുകൂലമായ വാരമല്ല ഇത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സാഹസികമായ ഒരു പ്രവർത്തനത്തിനും ഇടപെടാനും പാടില്ല. ക്രൂരസാഹസിക വിഷാർജിതധന ശസ്ത്രാന്തക അളിസ്ഥിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയുധം കൊണ്ട് മുറിവുണ്ടാകാം, സർജറി ഉണ്ടാകാം,
പൈൽസ് ഓപ്പറേഷൻ്റെ ഒക്കെ സമയമാകുന്നു ഈ ഒരു മാസക്കാലം. അതിനാൽ പൈൽസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. പലപ്പോഴും ഈ ഗുദം അല്ലെങ്കിൽ പൈൽസുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ നാം അറിയാത്ത ഭാഗത്തൊക്കെ തടിപ്പ് വരിക അല്ലെങ്കിൽ രക്തസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിനാൽ വളരെയധികം പൈൽസ് രോഗികൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നേത്രരോഗികളും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണ, നോട്ടങ്ങൾക്ക് വൈകല്യം, കണ്ണിന് അസ്വസ്ഥത ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും. മക്കൾ തന്നോട് പിണങ്ങിപ്പോകുന്ന അവസ്ഥ വരും മേടൻ രാശിക്കാർക്ക്. അതേ രീതിയിൽ പഠിക്കാനായി മക്കൾ വിദേശത്ത് പോവുക, മക്കളുമായി പാർഷ്യൽ സെപ്പറേഷൻ വരിക, അകന്നു നിൽക്കുക, മക്കൾക്ക് ചില പ്രണയവിഷയങ്ങൾ അറിയുക, അതിൻ്റെ പേരിൽ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ഇതൊക്കെ സൂര്യനെ കൊണ്ട് അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു മേടൻ രാശിക്കാർക്ക്. അതിനാൽ മേടൻ രാശിക്കാർ വളരെയധികം ശിവഭക്തി, തങ്ങളുടെ മന്ത്രപതിയാകുന്നു ശിവൻ, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ശിവ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതേ രീതിയിൽ ശിവക്ഷേത്രത്തിൽ ശിവന് പ്രിയപ്പെട്ട കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നതും വളരെ ഗുണമാണ്. അതേ രീതിയിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഗമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയ മാമൃതാത് എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും മേടം രാശിക്കാർക്ക്. ശ്രദ്ധിക്കുക മേടൻ രാശിക്കാർ വളരെയധികം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി. ഇടവൻ രാശിയിൽ നിന്ന് രാശിയിൽ ചന്ദ്രനും വ്യാഴവും, 3-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, അഷ്ടമത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ശനി, 11-ൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവം എന്നാൽ വിവാഹം, മദനാലോക, ഭാര്യാഭർത്തൃ സമാഗമാഹ, ശയ്യ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുനാനബി, സപ്തമാത്. ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 7-ാം ഭാവം. തൻ്റെ വിവാഹം, കാമം, ഭാര്യാഗൃഹം, അതേ രീതിയിൽ തൻ്റെ യാത്ര, ഭാര്യാഭർത്തൃ സമാഗമം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 7-ാം ഭാവം. ഈ 7-ാം ഭാവത്തിൽ ഒരു പാവഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ സൂര്യൻ 4-ാം ഭാവാധിപനാകുന്നു. തൻ്റെ അമ്മാമന്മാർ, തൻ്റെ വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ സൂര്യൻ്റെ 7-ാം ഭാവസ്ഥിതി അത്ര ഗുണമല്ല. 7-ാം ഭാവത്തിൽ സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നുണ്ട് എന്നൊരു വലിയ ആശ്വാസം ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ആ സൂര്യൻ വളരെയധികം ക്ലേശങ്ങളെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ജാമാതുർ വിരഹം, കളത്ര വിരഹം, സ്ത്രീഹേത്വ അനർത്ഥാഗമം, ദ്യൂനേശേ വിബലിനി, അസത്യഭിരതിം, ഗുഹ്യാമയം പാഠനം. ജാമാതുർ വ്യസനം, പ്രായമുള്ളവർക്ക് മകളുടെ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കളത്ര വിരഹം, ഒരു വ്യക്തിക്ക് ഭാര്യയുമായി വിരഹം ഉണ്ടാകാം, ഭാര്യയും ഭർത്താവും പാർഷ്യലായി സെപ്പറേഷനൊക്കെ ഉണ്ടാകാം. സ്ത്രീകൾ കാരണം അനർത്ഥങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അസതികളുമായി അഭിരതി, താല്പര്യമുണ്ടാകും. അതിനാൽ ചീത്ത സ്ത്രീകളിൽ വാത്സല്യം, താല്പര്യമുണ്ടാകുന്ന സമയമാകുന്നു. ഗുഹ്യാമയം, ഗുഹ്യസംബന്ധമായ രോഗങ്ങൾ വരുന്നു. 7-ാം ഭാവം എന്നാൽ ശരീരത്തിൽ വസ്തിപ്രദേശമാകുന്നു. ഗുഹ്യഭാഗങ്ങൾക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെയാണ് നാം വസ്തി എന്ന് പറയുന്നത്. ആ ഭാഗത്തിൽ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകാം. പള്ളികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതേ രീതിയിൽ തൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം പരിഭവങ്ങൾ തന്നോടുണ്ടാകാം. 7-ൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം അങ്ങനെയാണ്. സ്ത്രീബിർക്കഥ പരിഭവം മതകേ പതങ്കേ. 7-ൽ സൂര്യൻ വരുമ്പോൾ വളരെയധികം പരിഭവം സ്ത്രീകൾക്കുണ്ടാകാം. അത് ഭാര്യയായാലും അന്യ സ്ത്രീയായാലും പരിഭവം ഉണ്ടാകാം. പലപ്പോഴും നിൻ്റെ ഓഫീസിൽ തന്നെ അതിശക്തമായി സ്ത്രീ തനിക്ക് പാരയായി വരും, ശത്രുവായി വരും. 7-ൽ സൂര്യൻ വരുമ്പോൾ ശത്രുദോഷം വളരെയധികം അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്യുനാഥോ യഥാ ദ്യൂനയാതോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാച ചിന്ത. 7-ൽ സൂര്യൻ വരുമ്പോൾ ഭാര്യയ്ക്ക് താപനം, ദുഃഖമുണ്ടാകുന്നു, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ദുഃഖമുണ്ടാകുന്നു. പിണ്ടപീഡ,
പിതൃക്കളുമായി അച്ഛനുമായി ബന്ധപ്പെടുന്നവരുടെ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. തൻ്റെ വ്യാപാരത്തിൽ ക്രയവിക്രയത്തിൽ തനിക്ക് തുച്ഛമായ വരവ് മാത്രം വരുന്നു. പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാങ്കതാജിത്, ശത്രു കാരണം ഉറങ്ങാൻ കഴിയില്ല. ഇവിടെ പലപ്പോഴും ശത്രുക്കൾ സ്ത്രീകളായിരിക്കാം. അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, പലപ്പോഴും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ വേണ്ടി നമ്മളെ ബലിയാടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിനാൽ സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക ഇടവൻ രാശിക്കാർ. ഭാഗ്യത്തിനെവിടെ സൂര്യനോടുകൂടി മൗഢ്യമില്ലാതെ ബുധനുണ്ട്. അതിനാൽ ചില വിവാഹ തീരുമാനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകേണ്ടുന്ന സാധ്യതകളൊക്കെ കാണുന്നുമുണ്ട്. ഒരുപക്ഷെ വരനും വധുവും പരസ്പരം കാണുക, ആ സൂര്യനും കൊണ്ട് മാറിക്കഴിയുമ്പോൾ അത് വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സന്താനങ്ങൾക്കും ചില നല്ല ഗുണങ്ങൾ വരും. അതേ രീതിയിൽ ധനപരമായ വിഷയത്തിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഈ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ അനുകൂലമായി വരുന്നതാണ്. ഇവിടെ നിർബന്ധമായും ശത്രുദോഷം മാറാൻ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. മൃത്യുഞ്ജയ ഹവനം കലു സർവരുചാം ശാന്തയെ വിധേയം സ്യാൽ, എല്ലാ രോഗത്തിൻ്റെയും ശാന്തിക്ക് മൃത്യുഞ്ജയം ചെയ്യുന്നത് വളരെ ഗുണമാണ്. തീവ്രതരെ ആഭിചാരെ, എത്ര ശക്തമായ ശത്രുദോഷമുണ്ടെങ്കിലും അതിനെ പരിഹരിക്കുവാനും ഈ ഒരു മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. മെഡിസിനുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു മാസം കുറേ അനുകൂലമായ സമയമാകുന്നു. അതിനുവേണ്ടി യാത്ര ചെയ്യാം, കാശ് മുടക്കാം. ഇതൊക്കെ ചെയ്ത് അനുകൂലമാക്കി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടവം രാശിക്കാർക്ക് മൊത്തമായി. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളുമാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ പ്രായണ 3ാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹമാകുന്നു. ആ സൂര്യൻ നിൽക്കുന്നത് തൻ്റെ സുഹൃക്ഷേത്രത്തിൽ ശക്തനായി 6ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന വലിയൊരു ഗുണമുണ്ട്. അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ ഈ ഒരു മാസത്തെ ചാരവശാലുള്ള മാറ്റം വൃശ്ചികൻ രാശിയിൽ വളരെയധികം സപ്പോർട്ടീവായി വരുന്നതാണ്. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ, താൻ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നൽകുന്ന ഫലം. ഹോരാചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഈ ചമത്കാര ചിന്താമണിയിൽ 6ൽ സൂര്യൻ നിൽക്കുമ്പോഴും നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. രിപുധ്വംസകർ ഭാസ്കരോ യക്ഷ്യഷഷ്ഠേ തനോദിവ്യയം രാജതോ മിത്രോദോവ, ശത്രുക്കളെ നശിപ്പിക്കുന്നു 6ലെ സൂര്യൻ. തനിക്ക് ധാരാളം ചെലവുണ്ടാകുന്നു രാജാക്കന്മാരിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും. സർക്കാർ തൻ്റെ കാശ് നിയമപരമായ അല്ലെങ്കിൽ GST ടാക്സ് മുതലായ വിഷയത്തിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലൂടെ തൻ്റെ ധനം അപഹരിക്കുക, കൊണ്ടുപോകുന്ന സമയമാകുന്നു. അതേ രീതിയിൽ തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ കാശ് കൊണ്ടുപോകുന്ന സമയമാകുന്നു. കുലേ മാതുരാവ ചതുഷ്പാദയോവ, അമ്മയുടെ വീട്ടിൽ വെച്ച് നാൽക്കാലികളെ കൊണ്ട്, വാഹനങ്ങളെ കൊണ്ട് അപകടമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, തൻ്റെ യാത്രയിൽ നിഷാദന്മാർ അധമന്മാരായ ആളുകളെ കൊണ്ട് തനിക്ക് അപകടമുണ്ടാകും. അതിനാൽ മിഥുനൻ രാശിക്കാർ അസമയത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കുക. സ്വതവേ മിഥുനൻ രാശി നിശാരാശിയാണ്. അതിനാൽ യാത്രികാലത്തുള്ള യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. രാത്രി യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം. അതിനാൽ ദൂരസഞ്ചാരം രാത്രികാലങ്ങളിൽ ശ്രദ്ധിക്കുക. ഇവിടെ സൂര്യൻ വളരെ ബലവാനായി നിൽക്കുന്നു. സൂര്യൻ ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ഇവിടെ സൂര്യൻ സഹായപതിയാണ്, സഹോദരനെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. ആ ഗ്രഹം 6ൽ നിൽക്കുമ്പോൾ സഹോദരങ്ങൾ ശത്രുക്കളാകാതെ നോക്കണം. സഹോദര വിഷയം വളരെയധികം ജാഗ്രത പാലിക്കുക. അതേ രീതിയിൽ ശാരീരികമായി ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. പാദങ്ങൾക്ക് വൈകല്യങ്ങളുണ്ടാകാം. അസ്ഥി സംബന്ധിച്ച ബുദ്ധിമുട്ടുകളാകാം. പരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ഇവിടെ സഹോദരകാരകനായ ചൊവ്വ ശത്രുപതിയായി 2ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ ശാരീരികമായി നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ, ഡോക്ടറെ തൻ്റെ കണ്ണ് കാണിക്കേണ്ടുന്ന അസ്വസ്ഥതകൾ വരുന്ന മാസമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ മിഥുന രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.